ഹായ്, കെ പി സ്വാസ്ഥ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പെരുമാറ്റം, അവരുടെ ഒരു നേച്ചർ, ഇത് നമ്മളുടെ മൈൻഡ് സെറ്റിനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ലൈക്ക് മൈൻഡഡ് ആൾക്കാർ മാത്രമേ ഒപ്പം നടക്കാവൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമുകൾ മാത്രമേ വിജയിക്കാറുള്ളൂ. ഒരു ഫുട്ബോൾ കളി അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ മാത്രം നന്നായിട്ട് കളിച്ചതുകൊണ്ട് കാര്യമില്ല. 11 പേരും നന്നായി കളിച്ചാൽ മാത്രമേ, ഒരേപോലെ ഒരേ മനസ്സും പല മെയ്യുമായിട്ട് കളിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതവും. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ നെഗറ്റിവിറ്റി ഒന്ന് പ്രതിരോധിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നെഗറ്റീവായ ആളുകൾ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഒരാൾ എപ്പോഴും നെഗറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രമേ അവർ നെഗറ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ചിലർ നെഗറ്റീവ് ആകാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ അത് നമുക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്തുക എന്നതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്തത്, ചില നമ്മൾ പറയുന്ന എന്ത് കാര്യത്തിനും നെഗറ്റീവ് ആയിരിക്കും. അഥവാ നമ്മൾ എന്ത് സാഹചര്യത്തിൽപ്പെട്ടാലും നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനോട് നെഗറ്റീവായി പ്രതികരിക്കുന്നുണ്ടാകും. അത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുമായി സുരക്ഷിതമായ ഒരു അകലം പാലിക്കുക. അതുകൊണ്ട് നെഗറ്റീവ് പീപ്പിൾ എന്ന ഒരു ബയാസ് വെച്ച് ആരെയും നോക്കിക്കാണരുത്. ആ പറയുന്ന കാര്യത്തെ മാത്രം അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കിയാൽ മതി. ഇനി പലതരം നെഗറ്റിവിറ്റികളുണ്ട്. അതിൽ പ്രധാനമായി ആളുകൾ പറയുന്ന 5 തരം നെഗറ്റിവിറ്റികളെ നമുക്കൊന്ന് നോക്കിക്കാണാം. ഒന്നാമത്തേത് കംപ്ലൈനിങ് ആണ്. അതായത് എപ്പോഴും പരാതി പറയുന്ന ആൾക്കാർ. ഈ പരാതി പറയുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്തൊരു സൊല്യൂഷനും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രശ്നം കണ്ടു, അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു, ആ പരിഹാരത്തിനൊരു തെറ്റവർ പറയും. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് മറ്റൊരു പരിഹാരം പറഞ്ഞു, അപ്പോൾ അതിനും ഒരു നെഗറ്റിവിറ്റി പറയും. എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് ഇവർക്കുണ്ടാവുക. അങ്ങനെയുള്ള പരാതിപ്പെട്ടികളെയാണ് നമ്മൾ കംപ്ലൈനേഴ്സ് എന്ന് പറയുക. ഇങ്ങനെയുള്ളവർ എന്ത് കാര്യത്തിലാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനാണോ അല്ലയോ എന്നുള്ളതൊന്നും നോക്കിയിട്ട് ഇവരിൽ നിന്നും ഒരകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം പൊതുവേ ഈ കംപ്ലൈനിങ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഫുൾ ടൈം നെഗറ്റീവ് ആകാനാണ് ചാൻസ്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാൻസലേഴ്സ് എന്നാണ് നമ്മളിതിനെ പറയുക. ക്യാൻസലിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെന്ത് കാര്യവും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പറഞ്ഞാൽ അതിന് ഒരു തർക്കുത്തരം പോലെ ഇങ്ങോട്ടൊരു കാര്യം പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറയാം, ഒരാൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് കാണാൻ നന്നായിട്ടുണ്ടല്ലോ, നല്ല ചെടിയിലാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താ ഇന്നലെ കാണാൻ എന്നെ കൊള്ളൂല്ലേ എന്ന രീതിയിലായിരിക്കും. അതായത് ഇന്ന് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കൊടുത്തു, ഉടനെ തന്നെ ഇങ്ങോട്ട് ഒരു നെഗറ്റീവായൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. ഇതൊരു തരം തർക്കുത്തരമായിട്ട് ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാ കാര്യത്തിനും ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെൻ്ററി കോമഡി പോലെ അല്ലെങ്കിൽ ഒരു ജോക്ക് പോലെ നമുക്ക് തോന്നുമെങ്കിൽ പോലും തുടർച്ചയായിട്ട് ഇതിനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ധാരാളം മതി. അതുകൊണ്ട് നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇത്തരം കോംപ്ലിമെൻറ്റുകൾ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നൊന്ന് നോക്കുക. എന്നിട്ട് അവരോട് കോംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യം മാത്രം പറയുക, ഒന്നും മിണ്ടാതിരിക്കുക. അതാണ് ഈ വകുപ്പ്. ഇനി മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് വിക്ടിംസാണ്. വിക്ടിംസായ ആൾക്കാരുടെ പ്രത്യേകത, അവരെപ്പോഴും ചിന്തിക്കുന്നത് അവർ ബാധിക്കപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവർ അവരെ ആക്രമിക്കുന്ന ആൾക്കാരും എന്ന രീതിയിലാണ്. സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് നെഗറ്റീവായി പറയും. ആളുകളെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ പാവം എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുക. അത് എന്തിനെക്കുറിച്ചായാലും, സാഹചര്യങ്ങളെക്കുറിച്ചായാലും വ്യക്തികളെക്കുറിച്ചായാലും സംഭവങ്ങളെക്കുറിച്ചായാലും ഒക്കെ അത് അവർക്കെതിരായിട്ട് സംഭവിച്ചതുകൊണ്ട് അവരിങ്ങനെയായി. അപ്പോൾ ഇങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഇര മനോഭാവത്തെ അല്ലെങ്കിൽ ഇരവാദത്തോടായിരിക്കും ഇവർക്കുണ്ടാവുക. ഇവർ ഇരകൾ, ബാക്കിയുള്ള ഇരപിടിയന്മാരും എന്ന രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുക. നോർമലി ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരോട് സിമ്പതി തോന്നുകയാണ് ചെയ്യുക. ഇത്തരം സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടും പലരും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം അപ്പോൾ നമ്മൾ സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ടാവും. അങ്ങനെ ഒരു തരം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടും ഈ ഒരു നെഗറ്റിവിറ്റി അവർ പോലും അറിയാതെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ പോലും അറിയാതെ ബോധപൂർവമല്ലാതെ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്നവരുണ്ട്. ഇരവാദത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയോ? ഇത് കണ്ടേജിയസ് ആണ്. അതായത് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്കും തോന്നും
നമ്മളും ഇങ്ങനത്തെ ഇരകളല്ലേ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം നമ്മൾ നോക്കി കാണുമ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ സത്യം പറഞ്ഞാൽ പോസിബിൾ അല്ല. നിങ്ങൾ ഇരയാണോ ഇരപിടിയനാണോ എന്നുള്ളത് സാഹചര്യമാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഇരയാണോ ഇരപിടിയനാണോ എന്നുള്ള സാഹചര്യമാണ് തീരുമാനിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനും പറ്റും. നല്ല വാക്ചാതുര്യമുള്ള ഒരാൾക്ക് ഒരു കാര്യത്തെ പറഞ്ഞ് ആടിനെ പട്ടിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇരവാദം പറയുന്ന അഥവാ ഇങ്ങനെ വിക്ടിം മൈൻഡ് സെറ്റോട് കൂടി നടക്കുന്ന ആളുകൾ കണ്ടേജിയസ് ആയതുകൊണ്ട് അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതാണ് നല്ലത്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഗോസിപ്പേഴ്സാണ്. ഈ നെഗറ്റീവായ ആളുകളിൽ ഇത്ര കണ്ട് ടോക്സിക്കായ മറ്റൊരു വിഭാഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളൊന്നാണ് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് കുറ്റം പറയുക എന്നുള്ളത്. അതാണ് ഈ ഗോസിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ഗോസിപ്പേഴ്സ് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അത് അൺനെസസറിയാണ്. അവരെക്കുറിച്ചൊരു നെഗറ്റീവ് കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. ഈ ഗോസിപ്പേഴ്സ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഒന്നാമത് അവർ പറയുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും അൺനെസസറിയാണ്. അതായത് ഒരാളെക്കുറിച്ച് നമ്മളൊരു കുറ്റം അയാളുടെ അഭാവത്തിൽ പറഞ്ഞ് മറ്റൊരാളെ ബോധിപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അയാൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് അയാളോട് പറഞ്ഞ് അയാളെ തിരുത്താൻ നോക്കുക. ഇനി പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടായിരിക്കുക. അതാണ് അതിൻ്റെ രീതി. അതുപോലെ തന്നെ നമ്മൾ ഇത് പറഞ്ഞെന്ന് വിചാരിച്ച് അയാൾ അപ്ഡേറ്റഡ് ആവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ പോസിറ്റീവായൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. മൂന്നാമത്തേത് ഒരാളുടെ പിറകിൽ നിന്ന് കുത്തുക എന്നുള്ളത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഗോസിപ്പേഴ്സ് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളുടെയും യാതൊരു എവിഡൻസും അവർക്കില്ല. അവർ തന്നെ മെനഞ്ഞെടുക്കുന്ന കഥകളാണ് അവർ പറയുന്നത്. അത്തരം കഥകളിൽ ഫാൻറ്റസികളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉള്ളതുകൊണ്ട് അവരിങ്ങനെ അത് പറയുമ്പോൾ ഒരു ത്രില്ല് കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് ഗോസിപ്പേഴ്സ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഗോസിപ്പേഴ്സിന് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുക? ഈ കേൾക്കുന്ന കാര്യം ആവശ്യമുള്ളതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക. രണ്ടാമത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. മൂന്നാമത്തേത് അത് പോസിറ്റീവായൊരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ മൂന്നിലും പെടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങ് വിട്ടുകളയുക. അങ്ങനെയാണ് ഗോസിപ്പേഴ്സിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ക്രിട്ടിക്സാണ്. ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ജഡ്ജ്മെൻ്റൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. അതായത് അവരൊരു കാര്യത്തെക്കുറിച്ചൊരു തീരുമാനത്തിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. മുൻവിധിയോടുകൂടിയായിരിക്കും അവരെന്തിനേയും നോക്കിക്കാണുക. ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഇടപെടുമ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും തർക്കിക്കാൻ പോകരുത്. ക്രിട്ടിക്സിനോട് തർക്കിക്കുന്നതിനേക്കാളേറെ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. കാരണം എന്ത് വന്നാലും ഇവർ സമ്മതിച്ചു തരില്ല. അവർ ഓൾറെഡി ഒരു മുൻവിധിയോടുകൂടി ഒരു ബയാസോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിച്ചു തരില്ല. കാരണം ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാടിനെ മാറ്റാൻ അവരൊരുക്കമല്ല. അതിനെക്കുറിച്ച് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുന്നവരാണ്. ഇതാണ് ക്രിട്ടിക്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം പറഞ്ഞ നെഗറ്റിവിറ്റികളെല്ലാം ഒരേ മനുഷ്യന്മാരിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ പേടിക്കുക എന്നുള്ളതല്ല ഈ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ വ്യക്തമാക്കുകയാണ്, ആളുകളെ വെറുക്കാനുള്ളൊരു കാരണമായിട്ട് ഇത്തരം നെഗറ്റിവിറ്റി എടുക്കരുത്. ഇത്തരം നെഗറ്റിവിറ്റി കണ്ടാൽ നമ്മളൊന്ന് പ്രിക്കോഷ്യസ് ആവുക. നമ്മൾക്കത് ആവശ്യമില്ലെങ്കിൽ ആ കാര്യത്തെ മാത്രം മാറ്റിയെടുത്ത് ആ വ്യക്തിയോട് നമ്മൾ വിദ്വേഷം വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ നോക്കിക്കാണാൻ ഒരു അവയർനെസ് എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ വരുന്നത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.